എന്തൊക്കെ വർത്താനം എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്ക് ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ അതാ നമ്മൾ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരികയാണ്. ചോറ് വന്നിട്ടുണ്ട്, ചായ കുടി കഴിഞ്ഞിട്ടില്ല, നേരം 7:30 ആയിട്ടുള്ളൂ. നമ്മൾ നീച്ചിട്ട് കുറേ സമയമായി. കുഞ്ഞാണിയാക്കാക്ക് ടാപ്പിങ്ങിന് പോകാൻ വേണ്ടി നീച്ചതേന്നു കേട്ടോ. ഞാൻ പോയിട്ടില്ല കേട്ടോ ഒന്ന്. അപ്പോൾ കുഞ്ഞാണിയൊക്കെ പോയതിൻ്റെ ശേഷം പിന്നെ ഞാൻ കടന്നിട്ടില്ല. ചോറ് ഇതാ വെന്തിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ചോറ് വെന്തിട്ടുണ്ട്, ചൂടാണ്, വെന്ത് ഊറ്റിയിട്ടതാണ് കേട്ടോ. പിന്നെ ഇതാക്കണ് കറി വെക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ, തിളച്ചിട്ടില്ല. മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് കുമ്പളങ്ങയും ഒക്കെ ഇടാനുണ്ട്, തിളക്കണേ ഉള്ളൂ കേട്ടോ. അപ്പം അതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുറ്റടിക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇതാ ചക്കക്കുരു ഇത് ഇപ്പോൾ വെറും മഞ്ഞപ്പൊടി ഇട്ട് കണ്ട് ചക്കക്കുരു അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിങ്ങനെ ഒന്ന് അടച്ചക്കട്ടെ, ഇതിന് അടപ്പറ്റിയൊന്നുമില്ല. പിന്നെ കുഞ്ഞാണിയാക്കാക്ക് ഇതാ ചപ്പാത്തി ചുട്ടെടുത്തിയത് രാവിലെ, അതിൻ്റെ ബാക്കിയാണ് ഇട്ടത്. അപ്പോൾ ഇത് കഴിക്കാം വിചാരിച്ചു. ഇതിക്ക് കറി ഉണ്ട് അവിടെ. പിന്നെ 2 നേന്ത്രപ്പഴം പുഴുങ്ങി വെച്ചതാണ്. കുഞ്ഞാണിയാക്ക ടാപ്പിങ് വരുമ്പത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാണിയാക്കാക്ക് 2 നേന്ത്രപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ചപ്പാത്തിയും കഴിക്കും. അപ്പോൾ അതാ നമ്മൾ അരി വെന്തു തന്നെയാണ്. അടിപൊളി ഒരു എന്താ പറയുക, ചക്കക്കുരും കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫോളോ ചെയ്യുക. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ആദ്യത്തെ പോലെ വ്ളോഗൊന്നും ചെയ്യാൻ എന്താ പറയുക പറ്റണില്ല, ടൈമും കിട്ടണില്ല. അങ്ങനെ ഓരോരോ തിരക്കിലാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ചോദിച്ചിരുന്നു എല്ലാവരും, കമൻറ്റിൽ ചോദിച്ചിരുന്നു മൂച്ചി പൂത്തോ, മാങ്ങ ഉണ്ടായോ, വന്നാൽ മാങ്ങ വരുമോ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ മൂച്ചി പൂത്തത് കാണിച്ചു തരാം കേട്ടോ. പൂത്തിട്ടുണ്ട്. പിന്നെ എന്നോട് ആരോടെ പറഞ്ഞു, ഞാൻ നാളെ ലൈവ് ചെയ്തപ്പോൾ അതിൽ മൂച്ചി പൂത്തതിട്ടപ്പോൾ അങ്ങനെ പൂത്തത് ഇടണ്ട കമൻറ്റിൽ പറയാണ്. പിന്നെ ആൾക്കാരെ കണ്ണ് തട്ടും, അപ്പോൾ മാങ്ങ ഉണ്ടാവില്ല എന്ന്. അതൊക്കെ വെറുതെ പറയണം. അതൊക്കെ ഓരോ വിശ്വാസമില്ലായ്യാണ് കേട്ടോ. നമുക്ക് അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം മൂച്ചി പൂത്തതൊക്കെ ഞാൻ ഇട്ടീനി. അപ്പോൾ എന്താ പറയുക, മാങ്ങ പോകുകയൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ പോകണം, മാങ്ങയ്ക്കാണ് പോട്ടെ. അപ്പോൾ ഇതാക്കണ മൂച്ചി പൂത്ത് ഉണ്ണിമാങ്ങ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല പോലെ പൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, ഞാൻ മാങ്ങ തരും, എല്ലാവർക്കും മാങ്ങ തരും. നമുക്ക് അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ അതുപോലെ നമ്മളെ റംബുട്ടാനും പൂക്കൽ തുടങ്ങിയിട്ടുണ്ട്. പൂവ് കണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വർത്താനം. പിന്നെ അതൊരു ടെറസിൻ്റെ മുകളിലേക്ക്, നമ്മളെ പുതിയ വീടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി വന്നാണ്. അപ്പം എന്നാൽ ഞാൻ കുക്കിംഗ് വീഡിയോ തുടങ്ങട്ടെ. ഇനിയിപ്പോൾ നമ്മളെ കുഞ്ഞു ഷെഡാണെങ്കിൽ അതിലും കൊണ്ട് ഇഷ്ടംപോലെ പണി. നോമ്പും പണി എടുക്കണം. തട്ടിക്കൊട്ടൽ, അരിക്കൽ, മാറാലൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയില്ലേ, ഈ ഒരു കുഞ്ഞു ഷെഡാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് മാറാല തട്ടണം. അതിലിടക്ക് മല്ലി മുളകും കൈകി വാരി വെച്ചിക്കണ് പൊടിക്കാൻ വേണ്ടിയിട്ട്, അത് ഉണക്കണം. അങ്ങനെയൊക്കെ കുറേ പണിയുണ്ട്. ചക്കക്കുരു കുറച്ച് തൊലിച്ചങ്ങാണ്ട് കണ്ടോ, കുറച്ച് ഇതാക്കണ ഇവിടെ പാത്രത്തിലുണ്ട്, കുറച്ച് തൊലിച്ചിട്ടുണ്ട്. അത് ബാക്കിയുള്ളത് അടുപ്പത്ത് വെച്ചതാണ്, അല്ല കറിക്കുള്ളത് അടുപ്പത്ത് വെച്ചതാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കാണാൻ എല്ലാവരും വരും, എല്ലാവരും ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തരും കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചക്കക്കുരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ പോകാം. ഞാൻ കുമ്പളങ്ങ ചെറുതായിട്ട് നുറുക്കി കഴുകി അതിലേക്ക് 2-3 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മളെ ഈ ചക്കക്കുരു വേവണേ ഇതിക്കുണ്ടല്ലോ, ചക്കക്കുരുക്ക് അതിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം, കുറച്ച് എന്താ പറയുക മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് വെള്ളമല്ല, അപ്പം ഇതിലേക്ക് ചാറിന് കുറവാണ്, അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതിൽ കണ്ടോ, ചക്കക്കുരു ഒന്നുകൊണ്ട് തിളച്ചിട്ടുള്ളൂ. ഞാൻ കുമ്പളങ്ങ നുറുക്കിയിരുന്നില്ല. കുമ്പളങ്ങ പിന്നെ നുറുക്കണീൻ്റെ മുന്നേ ചാറിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ. ഇനി ഇതിലേക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ നാളികേരം അരച്ചുണ്ടാക്കാം. ഇപ്പോൾ ഇതിലേക്ക് പുളി ഇല്ല കേട്ടോ എൻ്റെ കയ്യിൽ. സംഭവം പുളി തീർന്നിട്ടുണ്ട്, വാളംപുളി വേണം ഇതിലേക്ക്. ഇപ്പം ഞാൻ ഓർക്കാപ്പുളിയുമ്പോൾ പുളി ഉണ്ടോയെന്ന് പോയോക്കട്ടെ, അതിട്ട് കൊടുക്കാൻ. കറിയിൽ പുളി ഇടാനത് വാളംപുളിയാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ തോട് കളഞ്ഞ്
പൊളിച്ചതാണ്. അപ്പോൾ ഇത് വെള്ളത്തിലിട്ടാൽ എന്തായാലും കുതിർന്ന് കിട്ടൂല. അപ്പോൾ ഞാൻ ഈ കറിയിലിട്ടൊന്ന് ഒന്നിങ്ങോട്ട് തിളച്ച് വെന്തിട്ട് അത് കോരിയിട്ട് പിഴിഞ്ഞൊഴിക്കാം അത് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മളെ പുളി ഇതിൽ കടന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. മറ്റേ എന്താണെന്നറിയോ, ഇത് പിഴിഞ്ഞാലേ ഇതിന് അങ്ങോട്ട് പുളി കിട്ടൂല. അപ്പോൾ ഇങ്ങനെ ഒന്ന് വേവിച്ചിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഇത് വേറെ അടുപ്പത്ത് ഇതായിട്ട് വേവിച്ചാലും മതി കേട്ടോ. ഇങ്ങനെ ആയാൽ എന്താണെന്നറിയോ, പുളിയൊക്കെ വെന്ത് ഇതിമെന്ന് പെട്ടെന്ന് പിഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കോലത്തിലേക്കാണ്. ഇനി ഇതെന്നാണ് പിഴിഞ്ഞതേക്ക് പാർന്നു കൊടുക്കാം. ഒരു പുളിയും കൂടി ഉണ്ടായിരുന്നതാക്കണം. ഇത് വെന്ത് ഉടഞ്ഞു പോയിട്ടുണ്ട്. ചില പുളിയാവുമ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ കറിയിലുള്ള പുളി ആവും. ചക്കക്കുരും കുമ്പളങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതൊന്നാണ് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. പുളി ഒഴിക്കണതിൻ്റെ മുന്നേ ഉപ്പിട്ട് കൊടുത്തിട്ടോ. ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. നമ്മുടെ പുളി ഭയങ്കര സൗണ്ട്. പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. നമ്മളെ ചക്കക്കുരൊക്കെ നല്ലോണം വെന്തിക്കണ്. ഇനി നമ്മളെ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് പുളി നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിക്കാം. കാരണം ഈ പുളി നമ്മളെ നാടൻ പുളി ആയതുകൊണ്ടേ, വാളൻപുളി ആയതുകൊണ്ട് നല്ല പുളിയാണ്. ഈ പുളി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പുളിയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്നും ചേർക്കട്ടെ. ഇനി ഇതാ നാളികേരം അരക്കുക. നല്ല ജീരകം ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി, ഒരു പോണയും ചെറിയ ഉള്ളി. ഇത് മിക്സിൻ്റെ ജാറിൽ നല്ലോണം കണ്ട് അരച്ചെടുക്കട്ടോ. ഇന്ന് ഇതാ ഉണക്കലാണ് പൊരിക്കാൻ. ഈ ഉണക്കമീനൊക്കെ ഉണ്ടല്ലോ, അത് മറന്നുപോയി. കുറേ നേരം മുന്നേ വെള്ളത്തിൽ ഇട്ടേക്കണം. എന്നാലുള്ള അതിൻ്റെ ഉപ്പ് പോവുക. ഉപ്പ് പോയിട്ട് വേണം അത് പൊരിച്ചെടുക്കണമെങ്കിൽ. ചക്കക്കുരു കുമ്പളങ്ങ വെന്തിക്കണ്. ഇത്ര വെന്താൽ മതി. ഇതിപ്പോൾ പായസമായാൽ പറ്റൂല. അപ്പോൾ അതാ നാളികേരം നല്ലോണം ഫൈനായിട്ട് അരച്ചിക്കണ്. അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതേക്ക്. കറി നല്ലോണം കുറുകിയ രസമല്ല. അപ്പോൾ ഇതാ ഇന്നത്തെ ഏകദേശം ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കറി വെന്തു. കടുകും കറിവേപ്പിലയിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ കടുകും കറിവേപ്പിലയും പൊട്ടിച്ച ചട്ടിയിലേക്ക് കുറച്ച് കറിയും കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി അത് വീണ്ടും കലത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അത് നല്ലോണം ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കട്ടോ. അപ്പം നമ്മളെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഉപ്പും മുളകും പുളിയൊക്കെ നോക്കുമ്പോൾ നല്ല പാകമാണ്, ഇഷ്ടമായിട്ട്. അതാ അടച്ച് വെച്ചപ്പോൾ അതിന് കറിയായി. അപ്പോൾ അത് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി വീണ്ടും അതുകൊണ്ട് തന്നെ ഒന്നുണ്ട് അടച്ച് വെക്കണം. ഇനി എന്താ പറയുക, മീൻ പൊരിക്കാനുണ്ട്. അതുപോലെ മീൻ നന്നാക്കിയിട്ടില്ല, വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ ഉണക്കമീൻ. കുടിവെള്ളം അടുപ്പത്ത് വെച്ചേക്കണം. അപ്പോൾ കുടിവെള്ളം അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഞാനിപ്പോൾ കുടിവെള്ളത്തിൽ ദാഹശമനിയാണ് കേട്ടോ ഇടല്. കുഞ്ഞാണിയൊക്കെ ഒരു ദിവസം ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് ദാഹശമനി അവിടെ അതിൻ്റെ മരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കൊമ്പിൻ്റെ തോലൊക്കെ ചീന്തി കൊണ്ടുവന്നിരുന്നു. അത് ഞാൻ ഉണക്കി എടുത്ത് വെച്ചതായിരുന്നു. അതിന് 2-3 ചീന്തണ്ട് ഇട്ടെടുത്ത് ഒരു 5 മിനിറ്റ് തിളയ്ക്കുമ്പോഴത്തേനും അത് നല്ല കളറ് പാകമായി വരും കേട്ടോ. പിന്നെ ഞാൻ ഈ വെള്ളം കുടിക്കാൻ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെക്കും. അതൊരു സ്റ്റീലിൻ്റെ വലിയൊരു ചെമ്പട്ടിയുണ്ട്, അതിലേക്ക് ഒഴിച്ച് വെക്കും കേട്ടോ. എന്നാൽ പിന്നെ എന്താണെന്ന് പറയുക, ചൂടൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ദാഹശമനീൻ്റെ വെള്ളം ഇപ്പോൾ കുടിക്കാൻ. ഇപ്പോൾ ഉച്ചക്കൊക്കെ നല്ല ചൂടായതുകൊണ്ട് ഫ്രിഡ്ജിലെ വെള്ളമൊന്നും വേണ്ട, ഈ വെള്ളം തന്നെ മതി കേട്ടോ. നോർമലി തണുപ്പ് ഇത് ആറുമ്പോൾ നല്ല തണുത്ത ടേസ്റ്റുള്ള വെള്ളമാണ് കേട്ടോ കുടിക്കാൻ. എനിക്കിഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, കുഞ്ഞാനാക്കാക്കും ഇഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വെള്ളം അരിപ്പിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുകയാണേ. എന്നിട്ട് ഇത് നടച്ച് വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസം വേണത് ചൂടാറാൻ കേട്ടോ. ഇന്നലത്തെ വെള്ളം ഇന്ന് കുടിക്കാനുള്ള വെള്ളം വേറെ അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് ഇത് നാളെ കുടിക്കാനൊക്കെ ഇത് തണുത്ത് കിട്ടുള്ളൂ. കാരണം ഇപ്പോൾ തിളച്ച വെള്ളമാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ ചൂടാറും കേട്ടോ. ആ മീൻ നല്ലതുപോലെ ഉപ്പ് കളഞ്ഞിട്ടാണ് നമ്മൾ പൊരിക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇതൊരു നല്ല ഉപ്പാവും. അപ്പം ഞാൻ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് പൊരിക്കാൻ പോണത്. അതുപോലെ തന്നെ ഈ മീനിൻ്റെ കൂടെ ഞാൻ പച്ചമുളകും കൂടെ ഇടുന്നുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. ഈ പച്ചമുളകിൽ എന്താ പറയുക, ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഈ മുളകിലുള്ള ഉപ്പൊക്കെ മീനിലുള്ള ഉപ്പൊക്കെ മുളകൊക്കെ അങ്ങോട്ട് പിടിക്കും. അപ്പോൾ
അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ചക്കക്കുരു കുമ്പളങ്ങ കറിക്ക് ഉണക്കമീൻ പൊരിച്ചത്. ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ ഉണക്കമീനും പച്ചമുളകൊക്കെ ഇതിലിങ്ങനെ മുരിഞ്ഞ് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം, സബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ. അപ്പോൾ അതാ പച്ചമുളകും ഉണക്കമീനും ഒക്കെ അതിൽ കിടന്ന് നല്ലോണം മുരിഞ്ഞ് ടേസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും പൊരിക്കലുണ്ടോ? മീനിൻ്റെ കൂടെ മുളക് ഇട്ടിട്ട്?